ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൂട്ടുകാരനെ വിളിച്ച് കാവേരിയുടെ ഒക്കെ വീട് ജപ്തി ആയതിനെ പറ്റി നിവി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് അമ്മ വരുക. അപ്പോൾ പലതും ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് അമ്മ വരുന്നു. നിൻ്റെ ഈ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷേ ഞാനത് അറിഞ്ഞത് ചാരപ്പണി കൊണ്ടല്ല എന്ന് അമ്മ മോനോട് പറയുന്നു. നമ്മുടെ റിസോർട്ടിൻ്റെ അക്കൗണ്ടും ആ ബാങ്കിൽ തന്നെയാണെന്ന കാര്യവും അമ്മ മകനോട് പറയൂ കേട്ടോ. ശ്രദ്ധ മറ്റു പലതിലും ആയതുകൊണ്ടേ എൻ്റെ മോനത് അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുവാണ്. പിന്നെ മറ്റുള്ളവർ ആത്മാഭിമാനത്തിൻ്റെ വില തൂക്കി നോക്കുന്ന കൂട്ടത്തിലേ പൊന്നുമോൻ അമ്മയുടെ അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും കാര്യം കൂടി ഒന്ന് പരിഗണിച്ചെങ്കിൽ നന്നായിരുന്നു എന്നും അമ്മ മോനോട് പറയൂ കേട്ടോ. അപ്പം അതൊക്കെ കേട്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് വിഷമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ടീ കപ്പ് റിസോർട്ടിന് രാജേശ്വരിയുടെ മകൻ 10-20 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഏതെങ്കിലും ലോ ക്ലാസ് ബാങ്കിൽ ഓഫീസർക്ക് മുന്നിൽ കെഞ്ചി നിൽക്കുന്നത് എനിക്ക് കുറച്ചിലാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അമ്മ. എഫ് ഡി ഇടണമെന്നും ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടണമെന്നൊക്കെ പറഞ്ഞ് അവരിവിടെ വന്ന് കൈകൂപ്പി നിൽക്കാറേ ഉള്ളൂ, തിരിച്ചു ചെല്ലുന്ന പതിവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ അത്രയും പണം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ലല്ലോ എന്ന് മകൻ പറയുമ്പം ഉണ്ടാകണമെന്നില്ല. അതുപോലെ ദുരഭിമാനവും വേണ്ട എന്ന് പറയുന്നു. അദാലത്തിൽ അനാഥമായ ഒരു കുടുംബത്തോട് നിനക്കുണ്ടാകുന്ന സിമ്പതിയും സോഫ്റ്റ് കോർണറും ഒക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ മോനോട് പറയുക. അരവിന്ദേട്ടൻ്റെ മരണത്തിൽ എനിക്കും വിഷമമുണ്ടെന്നും പറഞ്ഞു. പിന്നെ നിൻ്റെ അമ്മ രാജേശ്വരി കരിങ്കല്ലൊന്നും അല്ല, ജയപാലേട്ടനെ പോലെ തന്നെയാണ് ഞാനും അരവിന്ദേട്ടനെയും കണ്ടിട്ടുള്ളതെന്ന കാര്യവും പറഞ്ഞ് 20 lakhs ഞാൻ കൊടുത്തേക്കാമെന്ന് പറയാനും പറഞ്ഞു. അവർ ആ വീട് തിരിച്ചെടുക്കട്ടെ, കടമായിട്ട് മതിയെന്നും സൗകര്യമായിട്ട് തിരിച്ചടച്ചാൽ മതിയെന്നും പറയുക. അപ്പോൾ ആരുടെ ആത്മാഭിമാനം മുറിപ്പെടുകയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴും മകനൊരു സങ്കടം. നടക്കില്ല അല്ലേ, അതല്ലേ സംഭവം. എങ്കിൽ അവർക്ക് വേണ്ടി തെണ്ടാൻ മേലാൽ എൻ്റെ മകൻ ഇവിടുന്ന് ഇറങ്ങി പോയേക്കരുതെന്നും പറഞ്ഞു. അങ്ങനെ അമ്മ മകനോട് കാര്യങ്ങൾ പറയുവാണ്. ഇനി എൻ്റെ വാക്ക് ധിഖരിക്കാനാണ് നിൻ്റെ ഭാവമെങ്കിൽ ഇപ്പം അവർക്ക് വീടേ നഷ്ടമായിട്ടുള്ളൂ എന്നും നാടും കൂടി അവർക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ നാട്ടിൽ നിന്ന് തന്നെ പായ്ക്കും ഞാൻ എല്ലാത്തിനെയും രാജേശ്വരി പറയാം. രാജേശ്വരി വിചാരിച്ചാൽ അതും നടക്കും. ഓർത്തോളം പറഞ്ഞ അമ്മ അവിടുന്ന് പോയി. മകൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കും അവിടെ. അത് കഴിഞ്ഞിട്ടാണ് കാവേരിയും നിളയും യമുനയും കൂടി കുളിക്കാനായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ യമുന അലക്കുന്നു, കൊച്ചാണെങ്കിൽ വെള്ളത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. പെട്ടെന്ന് യമുന ഇങ്ങനെ കൊച്ചിനെ വിളിച്ചു. എന്താ യമുന ചേച്ചി, അപ്പം നീ എന്തിനടി ഗീത ചേച്ചി പിച്ചിയതൊക്കെ വിനീതേട്ടനോട് ചെന്ന് പറയാൻ നിന്നതെന്ന് ചോദിക്കുമ്പം അയ്യോ ചേച്ചി സത്യമായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്ന് കൊച്ചു പറഞ്ഞു. പിന്നെ നീ പറയാതെ എങ്ങനെയാ വിനീതേട്ടൻ അമ്മ കാര്യങ്ങൾ അറിഞ്ഞെന്ന് ചോദിച്ചു. വിനീതേട്ടനും കാര്യങ്ങൾ അറിഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി എന്ന് പറഞ്ഞു. കൊച്ചിങ്ങനെ അവിടെ നിൽക്കുക. പെട്ടെന്ന് ഒരു തുണിയൊക്കെ എടുത്ത് കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേച്ചി. ഇപ്പം നമ്മളെല്ലാവരും ആ വീട്ടിൽ നിന്ന് പുറത്തായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നിളയ്ക്ക് തല കറങ്ങി. പക്ഷേ യമുന അവിടെ നിന്ന് നിളയോട് വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. നിള അവിടെ തല കറങ്ങി വീണത് യമുന കാണുന്നില്ല. അപ്പോഴത്തേക്കും കൊച്ചു തേ കിടക്കുന്നു. മുളെ നിളയെന്ന് പറഞ്ഞുകൊണ്ട് ഓടി ചെന്നു കേട്ടോ. പെട്ടെന്ന് ഈ കൊച്ചിൻ്റെ അനക്കം കേൾക്കാതെ ഒന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ കൊച്ചു കിടക്കുന്നത് കണ്ട് മോളെ നിളയെ കണ്ണ് തുറക്കും മോളെ എന്ന് പറഞ്ഞു. പിന്നെ അതിനെ വാരി എടുത്തുകൊണ്ട് അവിടുന്ന് കയറി ഓടുവാണ്. കുറേ ദൂരം ഓടി റോട്ടിൽ എങ്ങനെയൊക്കെയോ വന്നു. അപ്പോഴും മോളെ കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ യമുന വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നിള കണ്ണ് തുറക്കുന്നില്ല. മോളെ കണ്ണ് തുറക്കുക. അപ്പോൾ റോഡ് കുറച്ച് അകലെയാണ്. അപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ തോളയിൽ എടുത്തുകൊണ്ട് യമുന ഓടുക. കുറേ ദൂരം ഉണ്ടായിരുന്നു നടന്ന് ഓടി വരാനായിട്ട്. അപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെയോ അതിനെ തോളയിട്ട് ഓടി റോട്ടിൽ വന്നു. വരുന്ന വണ്ടികൾക്കൊക്കെ കൈ നീട്ടുന്നുണ്ട്. പക്ഷെ ആരും വണ്ടി നിർത്തുന്നുമില്ല, ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് യമുന വിളിക്കുക. ചേട്ടാ ഒന്ന് വണ്ടി നിർത്തി ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ആരും വണ്ടി നിർത്തുന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വെച്ച് നടന്ന കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ യമുന ഓർക്കുവാണ്. അപ്പോൾ അനിയത്തേക്ക് പറ്റിയ ആ ഒരു അവസ്ഥയെല്ലാം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് ഈശ്വര മൊബൈലും പോയല്ലോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ യമുന നിൽക്കും. അയ്യോ മോളെ ഇനി എന്നാ ചെയ്യുമെന്ന് ഓർത്ത് മോളെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മുടെ നരേൻ്റെ വണ്ടി അതുവഴി വരുന്നത്. നരേൻ്റെ വണ്ടി ഇവർ കടന്ന് കുറച്ചങ്ങ് പോയിട്ട് അത് അവിടെ ചെന്നങ്ങ് നിർത്തിയിട്ട് ഇത് റിവേഴ്സ് വന്നപ്പോൾ ഇങ്ങനെ യമുന കൊച്ചിനെ ഇങ്ങനെ താങ്ങി പിടിച്ച് കരയുന്നതാണ് കാണുന്നത്. അപ്പോഴത്തേക്കും ഈ വണ്ടി യമുന കണ്ടു കേട്ടോ. അപ്പോഴത്തേക്കും പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, എമർജൻസി ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒന്ന് എത്തിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് യമുന ഭയങ്കര കരച്ചിൽ. അപ്പോൾ കയറ്റിക്കൊള്ളാൻ പറഞ്ഞു. വേഗം തന്നെ യമുന ഇതിനെ വാരിയെടുത്ത് നരേൻ്റെ വണ്ടിയിൽ കയറ്റാൻ തുടങ്ങി. അപ്പോൾ ചേട്ടാ ഡോറ് തുറക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ ചേട്ടാന്ന് ചോദിച്ചു. ഭയങ്കര ഗൗരവക്കാരനായിട്ടാണ് നമ്മുടെ നരേൻ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഭയങ്കര ദേഷ്യക്കാരനാണല്ലോ. അപ്പോൾ വണ്ടിയുടെ ഇത് തുറക്കുന്നില്ല. കൊച്ചിനെ ഇങ്ങനെ തോളയിലിട്ടിട്ട് യമുനയ്ക്ക് ഡോറ് തുറക്കാനും പറ്റുന്നില്ല. പക്ഷെ നരൻ പ്രതികരിക്കാതെ വന്നപ്പോഴത്തേക്കും ഡോറ് തുറക്കാൻ മാക്സിമം ശ്രമിച്ചു. പക്ഷേ പറ്റുന്നില്ല. എന്നാലും കുറേ നേരമായിട്ട് ഇങ്ങനെ വലിച്ച് എങ്ങനെയൊക്കെയോ ഇങ്ങനെ യമുന അതിൻ്റെ ഡോറ് തുറന്നു. അതിനെ വണ്ടിയിൽ കയറ്റി. ആ സമയം കൊച്ചെ ഡോർ അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ യമുന വണ്ടിയിൽ കയറി മോളെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക. ഡോർ അടയ്ക്കാനായിട്ട് മറന്നുപോയി യമുന.
പിന്നെ പെട്ടെന്നൊരു പോക്കായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം ഇവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. മോളേന്ന് വിളിച്ച് യമുന ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഈ കരച്ചിലും ഈ ഇരിപ്പും ഇതൊക്കെ ഇങ്ങനെ ഫ്രണ്ട് കണ്ണാടിയിലൂടെ നമ്മുടെ നാരായൺ കാണുന്നുണ്ട്. ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ, അപ്പോഴും ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുക, ഭയങ്കര ദേഷ്യം. അപ്പോഴത്തേക്കും മോളെ കണ്ണ് തുറക്കും എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് നമ്മുടെ യമുന. അങ്ങനെ നാരായൺ ഭയങ്കര സ്പീഡിൽ വണ്ടി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് കരച്ചിലൊക്കെ ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നുമായിരുന്നു ഇത്രയും നേരം. അങ്ങനത്തെ രണ്ടുപേരും കൂടെ ആ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് നേരം വേഗം തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ നിൽക്കുന്നവരെ വിളിച്ചു. പെട്ടെന്ന് തന്നെ അവിടുത്തെ അറ്റൻഡർമാർ വന്നു. ആ ഒരു ഇതിൽ സ്ട്രെച്ചറയിൽ കയറ്റി കൊച്ചിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. യമുനയും പിന്നാലെ പോകുന്നു. അപ്പോൾ യമുന തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും നാരായൺ ഓടി വണ്ടിയിലേക്ക് കയറി. അപ്പോൾ ചേട്ടാ ഒന്ന് വേഗം ഒന്ന് കൊണ്ടുപോകും ചേട്ടാ എന്ന് പറഞ്ഞ് യമുന. അപ്പോഴത്തേക്കും നാരായൺ തിരിഞ്ഞ് നോക്കി വണ്ടിയിൽ കയറി അങ്ങ് പോയിട്ടോ. ആ സമയത്ത് പിള്ളേരെ കാണാതെ ശാരദാമ്മയും രാധമ്മയും കൂടി അതിൽ നടന്നു വരും. ഇച്ചിരി ഇല്ലാത്ത പിള്ളേരല്ലേടി, പുഴ കണ്ടപ്പം ദേഹം തണക്കിയൊന്ന് കുളിക്കണമെന്ന് തോന്നിക്കണം, അല്ലാണ്ട് എന്നാ പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശാരദാമ്മയോട് പറയാം. കാരണം പിള്ളേരെ അടിക്കാൻ വടിയൊക്കെ ആയിട്ടാണ് ശാരദാമ്മ പോകുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു സമയം കാലമൊക്കെ ഇല്ലമ്മേ, ഫോൺ വിളിച്ച് അവളുമാർക്കൊന്ന് എടുത്താലെന്താ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്തിനാ ഒരു ബോധം വേണ്ടേ, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനത്തെ അമ്മയും വലിയമ്മയും കൂടി ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും ബക്കറ്റും തുണികളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിള്ളേരെവിടെയടി എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. ഈ പിള്ളേർ ഇത് എവിടെ പോയി കിടക്കുകയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ. അപ്പോൾ അമ്മ ഇങ്ങനെ വന്നേ ഞാൻ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശാരദാമ്മ അതിലൊക്കെ നോക്കുക കേട്ടോ. അവിടെ എല്ലാം നോക്കി നിളയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുവാണ്. പക്ഷേ അവിടെ ഒന്നുമില്ല. വന്ന് നോക്കിയപ്പോൾ ഫോൺ അവിടെ കിടപ്പുണ്ട്. അമ്മേ ഇതാ നോക്കി അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഏത് പിള്ളേരുടെ ഡ്രസ്സും ഒക്കെ ഇവിടെ ഉണ്ടമ്മ എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെവിടെ പോയടി എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അതിനാ പെണ്ണ് ഫോൺ എടുത്തിട്ട് വേണ്ടേ അഹങ്കാരി എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ അവിടെ നിന്ന് രാധമ്മയോട് പറയാം. എന്നിട്ട് ഫോൺ എടുത്ത് ഇങ്ങനെ വിളിക്കുവാണ്. വിളിച്ച് നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോൺ എടുത്ത് വിളിക്കുന്നു. അപ്പോഴത്തേക്ക് തുണിക്കകത്ത് നിന്ന് ഫോൺ കിട്ടി. അപ്പോൾ ആ ഫോൺ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഇത് യമുനയുടെ ഫോണല്ലേ എന്ന് ചോദിച്ചു. അതെല്ലോ. എൻ്റെ ദൈവമേ എൻ്റെ പിള്ളേർക്ക് എന്നാ പറ്റിയടി എന്നും പറഞ്ഞുകൊണ്ട് അമ്മ. ഈശ്വര എൻ്റെ മക്കളെന്നും പറഞ്ഞ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ പുഴയിലേക്ക് ഇങ്ങനെ നോക്കുക. നിങ്ങൾ പെരുവഴിയിൽ നിൽക്കുക, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല, എതിലെ പോയെന്നും അറിയത്തില്ല. അപ്പോൾ തന്നെ ഫോൺ എടുത്ത് യമുനയാണെങ്കിൽ അമ്മയെ വിളിച്ചു ആ ഹോസ്പിറ്റലിൽ നിന്ന്. മോളെ നീ ഇത് എവിടെയാ, നീ എവിടെയാ, ഇത് ഏത് ഈ നമ്പർ എന്നൊക്കെ ശാരദാമ്മ ചോദിച്ചു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അമ്മയെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലോ, എന്ത് പറ്റി, എന്താ? അപ്പോൾ എന്താ പറ്റി ശാരദം ചോദിച്ചു. രാധമ്മ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് കരയും കേട്ടോ. അമ്മേ ടെൻഷൻ ആവല്ലേ അമ്മേ, ഇപ്പോൾ ഞാൻ പറയുന്നത് അമ്മയൊന്ന് കേൾക്കാൻ പറഞ്ഞു. എന്താന്ന് വെച്ചാൽ നീ ഒന്ന് പേന്ന് പറയാൻ പറഞ്ഞു. അച്ഛമ്മ കൂടെ ഉണ്ട് മോളെ, ഒന്ന് പറ മോളെ എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ ആ ഫോണൊന്ന് സ്പീക്കറിൽ ഇടാൻ പറഞ്ഞു. അച്ഛമ്മയും കൂടെ കേട്ടോട്ടെ എന്നും പറയുക. അപ്പോഴത്തേക്കും അമ്മ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല അമ്മയെന്നും യമുന ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നിളയ്ക്കൊരു അപകടം പറ്റി അമ്മയെന്ന് പറയുക കേട്ടോ. അയ്യോ എൻ്റെ കൊച്ചിനെന്താ പറ്റി നീ പറയാൻ പറഞ്ഞ് ശാരദാമ്മ വലുതായി കരയുന്നു. അമ്മേ എൻ്റെ ദേവി എൻ്റെ കുഞ്ഞിനൊരു അബദ്ധം വരത്തില്ലെന്ന് പറഞ്ഞ് രാധമ്മയും കരയണം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഞാനൊന്നും പറയത്തില്ല കേട്ടോ എന്ന് യമുന. എൻ്റെ ദൈവമേ ഒന്ന് പറ, ഇവരുടെ ഒരാളുടെ ഫോൺ വാങ്ങിച്ചിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്, നീ കാര്യം പറമോളെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കൊച്ചു തല ഇറങ്ങി വീണതും അതുപോലെ തന്നെ വണ്ടി വന്നതും എടുത്തുകൊണ്ട് പോയ കാര്യമൊക്കെ പറയുവാണ്. എൻ്റെ ദൈവമേ ഇനിയിപ്പോൾ ഏത് ആശുപത്രിയിലാണെന്ന് പറ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നിളയുടെ അവസ്ഥയെപ്പറ്റിയും പറഞ്ഞു. പിന്നെ ഫുഡിൻ്റെ കുറവുണ്ടെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു, ഡീഹൈഡ്രേഷൻ ആണെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വലിയ കുഴപ്പമല്ലേ മോളെ, അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അവളിപ്പോൾ ട്രിപ്പിട്ട് കിടത്തിയിരിക്കുക അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ വീട്ടിലേക്ക് പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞതൊന്നും പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. അതൊന്നും വരണ്ടാന്ന് പറയാനാണ് ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് യമുന പറയാണ്. ഗംഗേച്ചിയും കാവേരി ചേച്ചിയും ബാങ്കിൽ പോകാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും മോളെ എങ്ങനെയാ മോളെ ഞാൻ? അമ്മേ വരണ്ടമ്മേ, നോക്ക് ഞാൻ ഫോൺ വെക്കുക കേട്ടോ, ഇനിയും ഈ നമ്പറിലോട്ട് വിളിക്കാൻ നിൽക്കണ്ട കേട്ടോ, ഗംഗേച്ചിയും കാവേരി ചേച്ചിയൊക്കെ ഇപ്പോൾ എത്തും, എന്നിട്ട് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ യമുന ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞ്, എൻ്റെ ഈശ്വര എൻ്റെ കുഞ്ഞിന് വയറ് വിശന്നിട്ടാന്നൊക്കെ പറഞ്ഞിങ്ങനെ നിന്ന് ശാരദാമ്മ കരയുവാണ്. അങ്ങനെ അതുങ്ങൾ രണ്ടും ആ പുഴക്കരയിലിരുന്ന് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ ഇരുന്ന് കരയുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയല്ലോ എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിനെ കാത്തോളണേന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. അപ്പോൾ എനിക്കിത് താങ്ങാൻ വയ്യ എൻ്റെ ദേവിയെന്നും പറഞ്ഞുകൊണ്ട് രാധമ്മയും കരയുന്നു. അങ്ങനെ അതുങ്ങൾ ആകെ ഇതായിട്ട് എങ്ങനെ ഇരിക്കും അവിടെ. പിന്നെ കാവേരിയും ഗംഗയും കൂടെ ഓടി ഹോസ്പിറ്റലിലെത്തി. നീള അരവിന്ദൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവിടെയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഓടി യമുനയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ കൊച്ചിനെ ട്രിപ്പിട്ട് കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിമാർ ചെന്നു, കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതുങ്ങൾക്ക് സഹിച്ചില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശല്യപ്പെടുത്തണ്ട കേട്ടോ, കൊച്ച് ഉറങ്ങിക്കോട്ടെ എന്ന്. അങ്ങനെ അതും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടത് അത്യാവശ്യം, മയക്കം കഴിഞ്ഞ ഉടനെ ആളിനെ വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞു. ഡോക്ടർ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, അപ്പോൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അപ്പോൾ ആൾ കുറച്ച് അനീമിക്കാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ വേണ്ടുന്ന മരുന്നും കാര്യങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്തു, വാങ്ങിക്കണം പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഡോക്ടറുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ശരി എന്നും പറഞ്ഞു ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോയി. ഡോക്ടർ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ യമുനയും കാവേരിയും ഗംഗയും കൂടി
നിലയുടെ അടുത്ത് നിൽക്കുക. അപ്പോൾ നിങ്ങളിവിടെ കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ എവിടേക്കാണ് പോയതെന്ന് ചോദിച്ചു. ഒന്നും പറയാൻ നിന്നില്ല ഗംഗേച്ചി, ആരാണെന്നും അറിയില്ല എന്ന് പറഞ്ഞു. നീ ഇതിനു മുൻപ് അയാളെ കണ്ടിട്ടേ ഇല്ലേന്ന് ചോദിച്ചു കാവേരി. ഇല്ല, കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ് അവിടെ നമ്മുടെ കാവേരിയെ. അങ്ങനെ അനിയത്തിക്കുട്ടിക്ക് താണലായിട്ട് ചേച്ചിമാർ 3 പേരും എത്തി. ഈ സമയത്ത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നരനെയാണ് കാണിക്കുന്നത്. വണ്ടി ഭയങ്കര സ്പീഡിൽ പറപ്പിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഭയങ്കര സ്പീഡിൽ പോണു. ഈ സമയത്ത് അകത്ത് അവർ, അതായത് നമ്മുടെ ഗംഗയും യമുനയും ഒക്കെ കൂടെ ഇങ്ങനെ സംസാരിക്കുക. കിട്ടിയ അവസരം ഉപയോഗിക്കുക അവർ, അതായത് ലളിതയും മകളും കൂടെ ഉപയോഗിക്കുകയാണ് എന്നുള്ള കാര്യം പറയുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുത്തില്ല, നമ്മൾ 3-4 പെൺകുട്ടികളല്ലേ, അപ്പോൾ നമുക്ക് വേണ്ടി ആരാ ചോദിക്കാനും പറയാനും ഉണ്ടാവുക എന്ന് കരുതിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം പറയുവാണ് യമുനയും ഗംഗയും കാവേരിയൊക്കെ നിന്ന്. നമുക്ക് ജയപാലനാങ്കളിനോട് ആലോചിച്ചിട്ടെന്ന് പറയുമ്പോൾ നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കാവേരി ദേഷ്യപ്പെട്ടു. അപ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കാരെല്ലാവരും ഇവരെ ശ്രദ്ധിക്കുക. കാവേരി എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗ ദേഷ്യപ്പെട്ടു. പതുക്കെ പറഞ്ഞപ്പോഴത്തേക്ക് യമുന ഇങ്ങനെ നോക്കുക കേട്ടോ. ഇതിനൊക്കെ ഞാൻ പിന്നെ എന്ത് മറുപടിയൊക്കെ ഗംഗേച്ചി പറയേണ്ടതെന്ന് ചോദിക്കുകയാണ് കാവേരി. എത്രയും പെട്ടെന്ന് വീട് തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞ് ആ മനുഷ്യനും കൂടിയല്ലേ നമ്മുടെ അച്ഛനുണ്ടാക്കിയ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് അല്ലേ? ബാങ്കിലെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പരിഹരിച്ചോ? അയാൾ എന്താ ചെയ്തത്? നിങ്ങൾ ബാങ്കിൽ അടയ്ക്കേണ്ട പണം എത്രയാണെങ്കിലും ഒന്ന് അന്വേഷിച്ച് തരണേന്ന് പറഞ്ഞിട്ട് അയാൾ ചെയ്തോ? വിരളനയ്ക്കുമോ മനുഷ്യൻ? ഇല്ലല്ലോ. എങ്കിൽ ഇപ്പോഴും ഓരോരുത്തർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ജയപാലനങ്ങൾ ശരിയാക്കും, ജയപാലനങ്ങൾ ശരിയാക്കും, ജയലാഭം ഞാൻ പറയുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു. വീണ് കിടക്കുന്ന പടുകുഴിയിലാണെന്നറിയാം, ചിലപ്പോൾ ഇനിയും താഴോട്ട് വീഴുമായിരിക്കും. എങ്കിലും ആരുടെ സഹതാപവും വേണ്ട, സഹായ വാഗ്ദാനവും വേണ്ട. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാനായിട്ട് കാവേരി യമുനയോട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഇവർ 3 പേരും കൂടി നിളയുടെ ചുറ്റിനും ഇരുന്ന് ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടും അതുപോലെ അവർ ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ബൈ ബൈ, ടാറ്റാ.